ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തേത്? നല്ല പരിചയമുള്ള ആരുടെ ശബ്ദം ഉള്ളിൽ കേട്ടതുപോലെ. അതിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ തലവേദന വരുന്നല്ലോ. എന്താ അമ്മേ? അമ്മ ചോക്ലേറ്റ് കഴിക്കുന്നില്ലേ? ഹലോ, പറയൂ. രാജീവേട്ടാ, ഞാൻ ശിശിരിയാ. പറഞ്ഞോളൂ. എന്താ ഒരു ഫോർമാലിറ്റി? രാജീവേട്ടൻ മീറ്റിംഗിലോ മറ്റോ ആണോ? അല്ല. പിന്നെന്താ ഒന്ന് കോൾ എടുക്കാത്തെ? ഇന്ന് ഞാൻ എത്ര തവണ വിളിച്ചു. ഞാൻ നല്ല തിരക്കിലായിരുന്നു. തിരക്കൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് വേണ്ടിയും ഒരല്പസമയം കണ്ടെത്തണ്ടേ? ഇപ്പൊ തന്നെ നമ്മൾ എത്ര വർഷം പാഴാക്കി കളഞ്ഞൂന്ന് രാജീവേട്ടന് അറിയോ? ഇതിനിടയ്ക്ക് ഇഷ്ടമല്ലാത്തൊരു കല്യാണത്തിന് തലയും വെച്ചു. ആ ബന്ധം തകരാൻ കാരണക്കാരൻ ആരാണെന്ന് രാജീവേട്ടന് അറിയാലോ. ശിശിരെ ഹസ്ബൻഡുമായുള്ള ബന്ധം തകരാൻ കാരണക്കാരൻ ഞാനാണെന്നാണോ ശിശിര പറയുന്നത്? അയ്യോ, രാജീവേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തിയതൊന്നുമല്ല. രാജീവേട്ടൻ ആ ഏരിയ പോലും വന്നിട്ടില്ല. പക്ഷേ ആദ്യമായി പ്രണയിച്ച പുരുഷനെ ഒരു പെണ്ണിനും ജീവിത അവസാനം വരെ മറക്കാൻ പറ്റില്ല. ഈ ഡയലോഗൊക്കെ തേഞ്ഞൊട്ടിട്ടെ വർഷം കുറെ ആയില്ലേ എന്റെ ശിശിരെ. നമ്മളിപ്പോ നിൽക്കുന്നതേ 2025 ഞാൻ വെറും വാക്ക് പറയുവാണെന്നാണോ രാജീവേട്ടൻ കരുതിയേ? നീ വെറും വാക്ക് പറയില്ലെന്ന് എനിക്കറിയാം. എന്നോട് ആത്മാർത്ഥ പ്രണയമാണെന്ന് നീ ഒരിക്കൽ പറഞ്ഞു. നിന്റെ അമ്മയും ഗോകുലേട്ടനും കൂടി മറ്റൊരു ബന്ധത്തിന് നിന്നെ നിർബന്ധിച്ചപ്പോ നീ കരഞ്ഞുകൊണ്ട് പറഞ്ഞത് എന്താണെന്ന് നിനക്ക് ഓർമ്മയുണ്ടോ? നിന്നെ ഒരു സഹോദരിയായിട്ട് കാണണം. ഇപ്പൊ വീണ്ടും മറ്റെന്തോ പറയുന്നു. ഇതില് ഏതാ ഞാൻ വിശ്വസിക്കേണ്ടത്? എന്റെ ഇഷ്ടത്തെയും സ്നേഹത്തെയും വിശ്വാസത്തെയൊക്കെ സംശയിക്കുവാണോ രാജീവേട്ടൻ? ടെറസിലാ ഞാനിപ്പോ നിൽക്കുന്നെ. എന്റെ പ്രണയം സത്യമാണെന്ന് തെളിയിക്കാൻ ഞാൻ വേണമെങ്കിൽ താഴോട്ട് ചാടാം. നീ ടെറസിൽ നിന്ന് താഴോട്ട് ചാടിയിട്ടൊന്നും തെളിയിക്കാൻ നിൽക്കണ്ട. ആദ്യം സ്വന്തമായിട്ടൊരു നിലപാടെടുക്ക്. ഇനിയൊരു വിവാഹത്തിനെ കുറിച്ച് ഞാൻ നിന്നോട് ചോദിച്ചപ്പം നീ എന്താ എന്നോട് പറഞ്ഞത്? ആദ്യത്തെ ബന്ധത്തിന്റെ കയ്പ് മാറിയിട്ടില്ലാന്ന് അല്ലേടി? അത് രാജീവേട്ട, ഞാൻ ഒരാളെ ഒന്നിക്കൂടുതൽ തവണ വിശ്വസിക്കുന്നവനെ മണ്ടലെന്നാണ് പറയുന്നത്, പ്രത്യേകിച്ച് പെണ്ണുങ്ങളെ. രാജീവേട്ട, എനിക്കൊരു ലൈഫുള്ളതാ ശിശിരെ. അത് നിന്റെ പുറകെ ചുറ്റിത്തിരിഞ്ഞ് ഇങ്ങനെ തീർക്കാനുള്ളതല്ല. ഇനിയും നീ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. എനിക്ക് അല്പം തിരക്കുണ്ട് ശിശിരെ, ഞാൻ ഇപ്പോ വയ്ക്കുക. മറ്റവൻ പറഞ്ഞ പോലെ ഒരു മര്യാദയൊക്കെ വേണ്ടടേ.
ഞാൻ ഈ ചോക്ലേറ്റ് നിന്റെ കൈ തന്നാ നീ വഴി വെച്ചെടുത്ത് തിന്നരുത്. ഞാൻ പറയുന്ന ആൾക്ക് തന്നെ എടുത്ത് കൊടുക്കണം. നീ പറ, ഈ ചോക്ലേറ്റ് ഞാൻ ആർക്കാ കൊടുക്കേണ്ടത്? സമൃദ്ധ ആന്റിക്ക്. അമ്മേ, 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 ചോക്ലേറ്റ് കഴിക്കമ്മേ. ആന്റി എന്റെ അടുത്ത് ഇരിക്കുമ്പോഴും ഇങ്ങനെ കയ്യിലൊക്കെ തലോടുമ്പോഴും എനിക്ക് വേദന കുറയുന്നുണ്ട്. അതെ, ഞാനേ ആന്റിയെ അമ്മേന്ന് വിളിച്ചോട്ടെ? അമ്മേ, അമ്മേ. അമ്മ എന്തെങ്ങനെ നോക്കുന്നേ? അമ്മയ്ക്ക് ചോക്ലേറ്റ് വേണ്ടേ? എനിക്കിത് ചിപ്പി തന്നതാ. അമ്മേ, ചോക്ലേറ്റ് കഴിക്കമ്മേ. എന്തേത്? നല്ല പരിചയമുള്ള ആരുടെ ശബ്ദം ഉള്ളിൽ കേട്ടതുപോലെ. അതിനെക്കുറിച്ച് ഓർക്കുമ്പോ തന്നെ തലവേദന വരുന്നല്ലോ. എന്താ അമ്മേ, അമ്മ ചോക്ലേറ്റ് കഴിക്കുന്നില്ലേ? എടുത്തോ. അങ്കിളിന് ചോക്ലേറ്റ് വേണ്ട, മോള് തന്നെ കഴിച്ചോ. അതെന്താ, എന്നെ ഇഷ്ടമല്ലേ? ആ, ആര് പറഞ്ഞു ഇഷ്ടമല്ലാന്ന്? മോളെ അങ്കിളിന് ഒരുപാട് ഇഷ്ടമാണ്. എങ്കിൽ ഈ ചോക്ലേറ്റ് വാങ്ങണം.